തലാഖ്. ഈ വാക്ക് നമ്മളെല്ലാവരും എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ പത്രങ്ങളിൽ അല്ലെങ്കിൽ സിനിമയിലൊക്കെ. പക്ഷെ ശരിക്കും എന്താണിത്? ഒറ്റ വാക്കിൽ തീരുന്ന ഒരു വിവാഹമോചനമാണോ? അതോ ഇതിന് പല പല രീതികളൊക്കെ ഉണ്ടോ? വാ, നമുക്കിതിനെ നിയമപരവും മതപരവുമായ കാര്യങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? ആദ്യം തന്നെ തലാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ ശരിയായ അംഗീകൃത രീതികൾ ഏതൊക്കെയാണെന്ന് കാണാം. അത് കഴിഞ്ഞ് കുറച്ച് വിവാദങ്ങളൊക്കെയുള്ള രീതിയെപ്പറ്റിയും സംസാരിക്കും. പിന്നെ ഒരു ചോദ്യം, ഭാര്യയ്ക്ക് ഇതിലെന്തെങ്കിലും റോളുണ്ടോ? അവർക്ക് മുൻകൈ എടുക്കാൻ പറ്റുമോ? അവസാനം നമ്മുടെ ഇന്ത്യൻ നിയമം ഇതിനെ ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത് എന്നും കൂടി നോക്കാം. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒന്നാം ഭാഗം, എന്താണ് തലാക്ക്? എല്ലാത്തിൻ്റെയും ബേസിക്സ് അല്ലേ? നമുക്ക് ഫൗണ്ടേഷൻ ഒന്ന് ശരിയാക്കാം. ഈ തലാഖ് എന്ന വാക്കിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് സാധാരണഗതിയിൽ ഒരു കോടതിയുടെ ഇടപെടൽ ആവശ്യമില്ല. ഭർത്താവാണ് ഇവിടെ മുൻകൈ എടുക്കുന്നത്. അറബിയിൽ ഈ വാക്കിനർത്ഥം വിവാഹബന്ധത്തിൽ നിന്നുള്ളൊരു റിലീസ് അല്ലെങ്കിൽ മോചനം എന്നൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ആർക്കൊക്കെയാണ് തലാഖ് ചൊല്ലാൻ പറ്റുന്നത്? നിയമം പറയുന്നത് പ്രായപൂർത്തിയും നല്ല മാനസികാരോഗ്യവുമുള്ള ഏത് ഭർത്താവിനും ഇത് ചെയ്യാം എന്നാണ്. ഇത് വാക്കാൽ നേരിട്ട് പറയാം, അല്ലെങ്കിൽ തലാഖ് നാമ എന്ന് പറഞ്ഞ് എഴുതിയും കൊടുക്കാം. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം എന്താണെന്നറിയോ? ഇത് പറയുമ്പോൾ ഭാര്യ അടുത്തു തന്നെ വേണമെന്നൊരു നിർബന്ധം പോലുമില്ല. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആകുന്നത്. കാരണം ഇസ്ലാമിലെ തന്നെ രണ്ട് പ്രധാന വിഭാഗങ്ങളായ സുന്നി, ഷിയ നിയമങ്ങളിൽ ഇതിന് വ്യത്യാസമുണ്ട്. സുന്നി നിയമപ്രകാരം തലാഖ് വാക്കാൽ പറഞ്ഞാലും മതി, എഴുതി കൊടുത്താലും മതി. പക്ഷേ ഷിയ നിയമം കുറച്ചുകൂടി സ്ട്രിക്റ്റാണ്. അവിടെ രണ്ട് സാക്ഷികളുടെ മുന്നിൽ വെച്ച് വാക്കാൽ തന്നെ പറയണം. ഭർത്താവിന് സംസാരിക്കാൻ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ എഴുതി കൊടുക്കുന്നതിന് സാധ്യതയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പ്രവാചകന്റെ പഠിപ്പിക്കലുകൾക്കനുസരിച്ചുള്ള ശരിയായ രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിനെ പൊതുവെ പറയുന്ന പേരാണ് തലാഖുൽ സുന്നത്ത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇത് പിൻവലിക്കാനൊരു അവസരമുണ്ട്. അതായത് എടുത്ത തീരുമാനം മാറ്റാനൊരു ചാൻസ് ഉണ്ട്. ഈ അംഗീകൃത രീതികളിൽ തന്നെ പ്രധാനമായിട്ടും രണ്ടെണ്ണമുണ്ട്. ഒന്ന് തലാഖ് അഹ്സൻ, അതായത് ഏറ്റവും നല്ലത്. പിന്നെ തലാഖ് ഹസൻ, അതായത് നല്ലത്. ഈ രണ്ട് രീതികളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവ രണ്ടും അനുരഞ്ജനത്തിനുള്ളൊരു സാധ്യത എപ്പോഴും തുറന്നിടുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഈ രണ്ട് വാക്കുകൾ ഓർത്തു വെക്കണം: തുഹ്ർ, പിന്നെ ഇദ്ദത്ത്. തുഹ്ർ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ രണ്ട് ആർത്തവ ചക്രങ്ങൾക്കിടയിലുള്ള ശുദ്ധിയുടെ സമയമാണ്. ഇദ്ദത്ത് എന്ന് പറയുന്നത് തലാഖ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഒരു കാത്തിരിപ്പ് കാലമാണ്. ഈ ഇദ്ദത്ത് കാലമാണ് ശരിക്കു പറഞ്ഞാൽ ദമ്പതികൾക്ക് ഒന്നുകൂടി ആലോചിച്ച് തീരുമാനം മാറ്റാനുള്ള ഒരു സമയം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഏറ്റവും നല്ല രീതിയായ തലാഖ് അഹസൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഭർത്താവ് ഈ തുഹ്ർ സമയത്ത് ഒറ്റത്തവണ മാത്രം തലാഖ് പ്രഖ്യാപിക്കുന്നു. അതോടെ ഇദ്ദത്ത് കാലം തുടങ്ങും. ഈ സമയത്ത് ലൈംഗിക ബന്ധം പാടില്ല. ഈ ഇദ്ദത്ത് കാലം തീരുന്നതിന് മുൻപ് എപ്പോ വേണമെങ്കിലും ഭർത്താവിന് തന്റെ തീരുമാനം പിൻവലിച്ച് ആ ബന്ധം പഴയതുപോലെ തുടരാം. പക്ഷേ ആ ഇദ്ദത്ത് കാലം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വിവാഹമോചനം പൂർണ്ണമാകും. ഇനി അടുത്ത രീതി തലാഖ് ഹസൻ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഭർത്താവ് തുടർച്ചയായി വരുന്ന 3 തുഹർ കാലയളവുകളിലായി 3 തവണ തലാഖ് പ്രഖ്യാപിക്കും. അതായത് ഓരോ മാസവും ഓരോന്നും. മൂന്നാമത്തെ പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് വരെ ഈ തീരുമാനം പിൻവലിക്കാൻ അവസരമുണ്ട്. എന്നാൽ മൂന്നാമത്തെ പ്രഖ്യാപനവും കഴിഞ്ഞാൽ അത് ഫൈനലായി, വിവാഹമോചനം നടപ്പിലാകും. ഇതുവരെ നമ്മൾ കണ്ടത് തീരുമാനം മാറ്റാൻ അവസരങ്ങളൊക്കെയുള്ള രീതികളാണല്ലേ? എന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച ഒരു രീതിയെക്കുറിച്ചാണ്. അതാണ് തലാഖുൽ ബിദഅത്ത്, നമ്മൾ സാധാരണ കേൾക്കുന്ന മുത്തലാഖ്. ഈ സ്ലൈഡിലെ വാക്കുകളൊന്ന് നോക്കൂ. തക്ഷണം, പിൻവലിക്കാനാവാത്തത്, നിരുത്സാഹപ്പെടുത്തിയത്. ഈ രീതിയുടെ സ്വഭാവം മുഴുവൻ ഈ 3 വാക്കുകളിലുണ്ട്. ഇതെന്തുകൊണ്ടാണ് മറ്റുള്ളവയിൽ നിന്ന് ഇത്ര വ്യത്യസ്തമാകുന്നത്? കാരണം ഇവിടെ ഭർത്താവ് ഒരേ സമയം ഒരേ ഇരിപ്പിൽ വെച്ച് 3 തവണ തലാഖ് എന്ന് പറയുകയാണ്. ഉദാഹരണത്തിന്, ഞാൻ നിന്നെ 3 തവണയും തലാഖ് ചൊല്ലുന്നു എന്ന് ഒറ്റയടിക്ക് പറയുന്നു. അതോടെ ആ നിമിഷം തന്നെ വിവാഹമോചനം പൂർണ്ണമായി. ഒന്നുകൂടി ചിന്തിക്കാനോ തീരുമാനം മാറ്റാനോ സംസാരിച്ച് പ്രശ്നം തീർക്കാനോ ഒന്നിനുമൊരു സമയവും കിട്ടില്ല. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഇന്ത്യയിലെ ഇപ്പോഴത്തെ നിയമമനുസരിച്ച് ഈ മുത്തലാഖ് എന്ന രീതിക്ക് നിയമസാധുതയില്ല. മാത്രമല്ല, ഇത് ചെയ്യുന്നതൊരു ക്രിമിനൽ കുറ്റവുമാണ്. ഈ രീതിയുടെ പ്രത്യാഘാതം എത്രത്തോളം വലുതാണെന്ന് ഈ സ്ലൈഡിൽ നിന്ന് വ്യക്തമാകും. അതായത് മുത്തലാഖിലൂടെ വേർപിരിഞ്ഞ ഒരു സ്ത്രീക്ക് അതേ ഭർത്താവിനെ തന്നെ വീണ്ടും വിവാഹം കഴിക്കണമെങ്കിൽ 5 കടമ്പകൾ കടക്കണം.
അവൾ ആദ്യം ഇദ്ദത്താചരിക്കണം, പിന്നെ വേറൊരാളെ നിയമപരമായി വിവാഹം കഴിക്കണം, ആ ബന്ധം പൂർണ്ണമാകണം, ശേഷം ആ ഭർത്താവ് അവളെ വിവാഹമോചനം ചെയ്യുകയോ അല്ലെങ്കിൽ മരിക്കുകയോ വേണം, എന്നിട്ട് വീണ്ടും ഇദ്ദത്താചരിക്കണം. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം സങ്കീർണവും ബുദ്ധിമുട്ടേറിയതുമാണ് ഈ വഴിയെന്ന്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഭർത്താവിന്റെ അധികാരത്തെക്കുറിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഭാര്യയ്ക്ക് വിവാഹമോചനം തുടങ്ങാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? ഉത്തരം ഉണ്ട് എന്നാണ്. അതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. ഈ രീതിയെ പറയുന്ന പേരാണ് തലാഖ് ഇ തഫ്വീസ്. ഇതിനെ ഒരു ഡെലിഗേറ്റഡ് ഡിവോഴ്സ് എന്ന് പറയാം. അതായത് കല്യാണത്തിന് മുൻപോ ശേഷമോ ഉണ്ടാക്കുന്നൊരു കരാറിലൂടെ ഭർത്താവ് ഭാര്യയ്ക്ക് തലാഖ് ചൊല്ലാനുള്ള അധികാരം കൈമാറുന്നു. ഉദാഹരണത്തിന്, ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ സ്വയം വിവാഹമോചനം നേടാനുള്ള അവകാശം ഭാര്യയ്ക്ക് ഉപയോഗിക്കാമെന്ന് കരാറിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ പരമ്പരാഗത മതനിയമങ്ങളെയൊക്കെ നമ്മുടെ രാജ്യത്തെ കോടതികൾ എങ്ങനെയാണ് കാലാകാലങ്ങളായി വ്യാഖ്യാനിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. 1970 ഒരു വിധിയിൽ നിന്നുള്ള ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അന്ന് പറഞ്ഞതാണ്, ഒരു മുസ്ലിം പുരുഷന് വിവാഹബന്ധം വേർപ്പെടുത്താൻ ഖുർആൻ അനിയന്ത്രിതമായ അധികാരം കൊടുത്തിട്ടുണ്ടെന്നത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, കോടതികളുടെ ഈ വിഷയത്തിലുള്ള ഇടപെടലുകൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കാലം മാറിയതിനനുസരിച്ച് കോടതി വിധികൾ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിച്ചത് എന്ന് നോക്കൂ. 1970 അനുരഞ്ജന ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ മാത്രം അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിൽ മാത്രമേ തലാഖാകാവൂ എന്ന് പറഞ്ഞു. 2002 സുപ്രീംകോടതി പറഞ്ഞു, തലാഖിന് ന്യായമായ ഒരു കാരണവും അതിനു മുമ്പ് അനുരഞ്ജന ശ്രമങ്ങളും നിർബന്ധമായും വേണമെന്ന. ഈയടുത്ത് കേരള ഹൈക്കോടതിയും ഇതേ കാര്യം ആവർത്തിച്ചുറപ്പിച്ചു. വെറുതെ തലാഖ് ചൊല്ലിയാൽ പോരാ, വ്യക്തമായ കാരണവും അനുരഞ്ജന ശ്രമങ്ങളും നടന്നിരിക്കണം. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഒരു തലാഖ് നിയമപരമായി നിലനിൽക്കണമെങ്കിൽ എന്തൊക്കെ വേണം? കോടതി വിധികളനുസരിച്ച് 3 കാര്യങ്ങൾ പ്രധാനമാണ്. 1, അതിന് ന്യായമായ ഒരു കാരണമുണ്ടായിരിക്കണം. 2, അതിനു മുമ്പ് ആത്മാർത്ഥമായ അനുരഞ്ജന ശ്രമങ്ങൾ നടന്നിരിക്കണം. 3, പലപ്പോഴും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെ വെച്ച് മധ്യസ്ഥ ചർച്ചകൾ നടത്തണമെന്നും കോടതികൾ നിർദ്ദേശിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു എടുത്തുചാട്ടത്തിന്റെ തീരുമാനം ആകാൻ പാടില്ല. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ഇന്ത്യൻ കോടതികൾ തലാഖിനെ ഒരു പുരുഷന്റെ തോന്നലിനനുസരിച്ച് ഉപയോഗിക്കാനുള്ള ഒരു അധികാരമായിട്ടല്ല കാണുന്നത്, മറിച്ച് എല്ലാ വഴികളും അടയുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു അവസാനത്തെ മാർഗമായിട്ടാണ്. അതിന് കൃത്യമായ ന്യായീകരണവും ഔദ്യോഗികമായ അനുരഞ്ജന പ്രക്രിയകളും വേണം. അപ്പോൾ പുരാതനമായ നിയമങ്ങളും ആധുനികമായ നിയമവ്യവസ്ഥയും തമ്മിൽ ഇങ്ങനെ മുഖാമുഖം വരുമ്പോൾ ആരാണ് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കേണ്ടത്? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് നമ്മൾ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ മറ്റു വിശകലനങ്ങളും കാണുക. നന്ദി.